ഈ വളഞ്ഞു ഒടിഞ്ഞു കുത്തി നിൽക്കുന്ന പെൺകുട്ടിയാണ് ഭാഗ്യലക്ഷ്മി. ചില്ലറക്കാരിയൊന്നുമല്ല. ഒരു റീല് കണ്ടിട്ട് ഞാൻ ചെയ്തതാ. ഒത്തിരി റിഹേഴ്സ് ചെയ്യേണ്ടി വന്നില്ല. എനിക്ക് അറിയാമായിരുന്നു, കണ്ടപ്പോഴേ അറിയാമായിരുന്നു ചെയ്യാൻ പറ്റുമെന്ന്. ബോഡി ബിൽഡിംഗിന്റെ ഫിറ്റ്നസ് ഫിസിക് എന്ന കാറ്റഗറിയിൽ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൂര്യ നമസ്കാരം അത് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മെലിയാൻ പറ്റും. സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് 12 ആസനാസിന്റെ ഒരു സീക്വൻസ് ആണ്. അത് നമ്മൾ ഓരോ ആസനാസിന് ചെയ്യുമ്പോൾ ഓരോ ബ്രീത്തിങ് ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും. ഈ വളഞ്ഞു ഒടിഞ്ഞു കുത്തി നിൽക്കുന്ന പെൺകുട്ടിയാണ് ഭാഗ്യലക്ഷ്മി. പക്ഷേ ചില്ലറക്കാരിയൊന്നുമല്ല. യോഗ ഇൻസ്ട്രക്ടറാണ്, കളരിയുണ്ട്, പിന്നെ എന്തൊക്കെയായിരുന്നു, ബോഡി ബിൽഡിംഗിന്റെ ഫിറ്റ്നസ് ഫിസിക് എന്ന കാറ്റഗറിയിൽ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കരാട്ടെ ഉണ്ട്. അതായത് ഇത് ബേസിക്കലി ഇയാളെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർഷം മേളിലായിരുന്നു. കാരണം ഞാൻ മുന്നേ നിന്ന 2 ചാനലിന് വേണ്ടിയിട്ടാണ് കണ്ടത്. കുറച്ച് മത്സരങ്ങളിൽ പ്രൈസ് കിട്ടി എന്നുള്ളത്. കോട്ടയംകാരിയാണ് കേട്ടോ. അപ്പം കുറച്ച് ജാടയൊക്കെ ഇട്ട് ഞാൻ സംസാരിക്കട്ടെ. അതിൽ ഞാൻ കണ്ടത് ഇതിൽ ഫ്ലെക്സിബിൾ ആയിട്ട് നിന്ന് തറയിൽ ഇങ്ങനെ നിന്നില്ലേ, ആ ഒരു ഇതിലാണ് ഞാൻ കണ്ടിട്ട് ഞാൻ കാണുന്നത്. പിന്നീട് ഞാൻ ഇയാളെ ഫോളോ ചെയ്യുമ്പോൾ, ഭാഗ്യലക്ഷ്മിനെ ഞാൻ ഫോളോ ചെയ്യുമ്പോൾ പിന്നെ കാണുന്നതാണ് കാലിവിടെ തലയാണോ കാലാണോ വെച്ചിട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസിൽ. അതിപ്പോൾ കാണിക്കാൻ പറ്റുമോ? അത് ബുദ്ധിമുട്ടാണോ? അത് ഒരു ഭിത്തി വേണം. ഭിത്തിയിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലോക്ക് വൈസിൽ ചെയ്തിട്ടാണ് പഠിച്ചത്. എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 19 അല്ല 20 വയസ്സായി. ഗസേലിസ് കോളേജിൽ പഠിക്കുകയാണ് അല്ലേ? ഗസേലിസിൽ എന്താണ്? BA ഇംഗ്ലീഷ് തേർഡ് ഇയർ. എന്തോ ഉജ്ജൽ ബാല പുരസ്കാരം. കേരള സർക്കാരിന്റെ വനിതാ ശിശു വികസന വകുപ്പോടെ ചേർന്ന് ഉള്ള ഒരു അവാർഡായിരുന്നു. 18 വയസ്സിന് താഴെയുള്ളവർക്കുള്ള കുട്ടികൾക്കുള്ള അവാർഡായിരുന്നു. ഞാൻ സ്പോർട്സിന്റെ കാറ്റഗറിയിലായിരുന്നു എനിക്ക് കിട്ടിയത്. കളരി ചെറുപ്പം മുതൽ പഠിക്കുന്നുണ്ടല്ലേ? വീട്ടിൽ കളരി ഉണ്ടോ? ഇല്ല. ഞാൻ 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഉള്ള വെക്കേഷന് ഞങ്ങളെ ജസ്റ്റ് അടുത്ത് കളരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. CVN കളരി അമേനൂർ. അപ്പോൾ അവിടെ ഞങ്ങളെ വെക്കേഷൻ ആയതുകൊണ്ട് സമ്മർ വെക്കേഷൻ കൊണ്ട് ചേർത്ത് ഞങ്ങൾ എന്നെയും കസിൻസ് എല്ലാവരും കൂടെ ചേർത്തതാണ്. അപ്പോൾ ഞാനും സിസ്റ്ററും ഉണ്ട് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ബാക്കിയുള്ള എന്നെ പോലെ വല്ല മടിച്ചുമാരാണ്. കാരണം വെച്ചാൽ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ക്ഷമയും പിന്നെ മടിയില്ലായ്മയാണ്. ഇത് രണ്ടും എനിക്കില്ലാത്ത 2 ക്വാളിറ്റി ചോദിച്ചാൽ ക്ഷമ പിന്നെ മടി. ആ മടിയുടെയാണ് നിങ്ങൾ ഓർക്കുന്നത് 10 ആണെന്ന് ഓർക്കും. ഇതൊന്നും ഇത് 0 10. ഞാൻ ചെയ്യുന്നത് ഞങ്ങളെ പോലെ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, മെയിൻലി മടിയാണ്. മടി നീക്കി വെച്ചാൽ ഇപ്പൊ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നിങ്ങൾ ഈ പറയുന്ന യോഗയിലൂടെയും കളരിയിലൂടെയും എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ബോഡി ഒന്ന് ഫിറ്റ്നസ് മാത്രമല്ല നമുക്കൊരു അസുഖത്തോട് ബൈ പറയാൻ പറ്റുന്നത്? അതെ, നമുക്ക് യോഗ നമുക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. യോഗ പ്രാണായാമങ്ങളും അതുപോലെ കളരിയാണേലും നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഫിറ്റ്നസിന്റെ മേഖലയിലല്ലേ, നമുക്ക് പൊതുവെ ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. അതുപോലെ വണ്ണം വെക്കാതിരിക്കുകയൊക്കെ ചെയ്യും. നമുക്കത് ഒഴിവാക്കാം. രോഗങ്ങൾ വരുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്കറിയില്ല, ഈ സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞ സംഭവമുണ്ടല്ലോ, അത് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മെലിയാൻ പറ്റും. ഒരു പരിധി നല്ല മെലിയാൻ പറ്റും. ആ പ്രോപ്പറായിട്ട് ചെയ്താൽ നമുക്കൊരു അസുഖങ്ങൾ കുറയ്ക്കാന്ന് കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ്? അത് ശരിയാണ്. സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് 12 ആസനാസിന്റെ ഒരു സീക്വൻസ് ആണ്. 2 കാലിൽ മാറി മാറി ചെയ്യുമ്പോഴാണ് ഒരു റൗണ്ട് ആവുന്നത്. 2 കാലിലും മാറി മാറി ചെയ്യുമ്പോഴാണ് ഒരു റൗണ്ട് ആവുന്നത്. അത് ബേസിക് ആയിട്ട് 12 ആസനാസിന്റെ ആണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ 24 ആസനാസും അങ്ങനെ പല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. ഹയർ ലെവലായിട്ടും അഡ്വാൻസ് ലെവലായിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ട്. ബേസിക്കായിട്ട് 12 ആസനാസിന്റെ ആണ് ചെയ്യുന്നത്. അത് നമ്മൾ ഓരോ ആസനാസിന് ചെയ്യുമ്പോൾ ഓരോ ബ്രീത്തിങ് ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ബ്രീത്തിങ്ങും കൂടെ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ പ്രാണായാമം ചെയ്യുന്ന ഒരു ഗുണവും കൂടെ കിട്ടും, ഈ സൂര്യ നമസ്കാരം മാത്രം ചെയ്യുന്നതിലൂടെ. അപ്പം എല്ലാവരും ഇപ്പം മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ചെറിയ വാമപ്പ് കഴിഞ്ഞിട്ട് സൂര്യ നമസ്കാരം ആണെങ്കിലും ആൾക്കാരുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ മാറ്റം വരും. വണ്ണം കുറയ്ക്കാനാണെങ്കിലും അതുപോലെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നാണെങ്കിലും നമുക്ക് ഒത്തിരി രക്ഷപ്പെടാൻ പറ്റും. നമുക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല ഒന്ന് കാണിച്ചു തരണം. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ ക്ലോക്ക് വൈസിൽ ചെയ്യുന്നത്. അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്? അത് ഞാൻ ഒരു റീല് കണ്ടിട്ട് ഞാൻ ചെയ്തതാ. കറക്റ്റ് ആയിട്ട്
അങ്ങനെ ഒത്തിരി റിഹേഴ്സ് ചെയ്യേണ്ടി വന്നില്ല. അത്യാവശ്യം എനിക്ക് അറിയാമായിരുന്നു, കണ്ടപ്പോഴേ അറിയാമായിരുന്നു ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയുണ്ട്. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായിട്ട് എനിക്കറിയാം ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു ഫ്ലോറിൽ? എന്തൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റും? ഇപ്പം അത്യാവശ്യം കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഇത് എന്തെങ്കിലും ആസനം ഇതാണോ, യോഗയാണോ? ഇത് യോഗയാണ്, അതുപോലെ കളരിയിലും ഉണ്ട്. കളരിയിൽ സൂചിക്കിരുത്തി അല്ലെ വീതിരുത്തി എന്നൊക്കെ പറയും. യോഗയില് എന്തായിരുന്നു, ഹനുമാനാസനം അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. കളരിയാണ് അല്ല, രണ്ടിലും ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞ കളരിയിൽ ഇത് ബേസിക് ആയിട്ട് വരുന്നതാണ്. പലപ്പോഴും തോറ്റിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതായത് യോഗയിൽ പോയിട്ട് ഇപ്പം നമ്മൾ വേണമെങ്കിലും കരഞ്ഞോണ്ടോടും, കൊച്ചു പ്രായമാണ്. പിന്നെ അതിനെ സസ്റ്റെയിൻ ചെയ്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതും എനിക്കത് നേടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് പ്രൈസിന് വേണ്ടി അല്ലാണ്ട് എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് കോൺസെപ്റ്റ്? അതിപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കളരിയിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഞങ്ങളെ ഗുരുക്കള് കൊണ്ടുപോകാമായിരുന്നു കോമ്പറ്റീഷൻ. ഞങ്ങൾ കുറച്ച് പിള്ളേരെ കൂട്ടിയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം ഫസ്റ്റ് ടൈം പോയി കിട്ടുമെന്ന് വിചാരിച്ചു പോയി, പക്ഷെ കിട്ടിയില്ല. സെക്കൻഡ് ടൈമും അങ്ങനെ തന്നെ കിട്ടിയില്ല. തേർഡ് ടൈമും കിട്ടിയില്ല. പിന്നെ ഫോർത്ത് ടൈം ഇപ്പൊ കിട്ടി. അപ്പം നമുക്കും ഒരു സങ്കടം ഉണ്ടായിരുന്നു, കാരണം പ്രതീക്ഷിച്ച് പോയിട്ട് കിട്ടാതെ. പിന്നെ ഫോർത്ത് ടൈം പോയപ്പോൾ തന്നെ അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും വരുന്നിടത്ത് വെച്ച് വരട്ടെ കാണട്ടെ എന്ന് വെച്ച് പിന്നെ പോയി. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പം നമ്മൾ അത്രയും കണ്ട് എക്സ്പീരിയൻസ്ഡ് ആയി, എങ്ങനെയാണ് പ്രൊഫഷണലായിട്ട് ചെയ്യണേ. ഡ്രസ് കോഡൊക്കെ കറക്റ്റ് ആയിട്ടാണ് പോയത്. അതുപോലെ അതിനകത്ത് ചെറിയ കീ പോയിന്റ്സും എല്ലാം പഠിച്ചിട്ടാണ് പോയത്. അപ്പം ശരിയായി. പിന്നെ സ്റ്റേറ്റിലെത്തി, നാഷണലിറ്റി. ഇപ്പം യോഗ ഇൻസ്ട്രക്ടറായിട്ടും ബോഡി ട്രെയിനറായിട്ടും നിൽക്കുന്നുണ്ട്. യോഗ ഇൻസ്ട്രക്ടറും കളരി ഫൈറ്റ് ഇൻസ്ട്രക്ടർ. കളരിയിൽ ഇപ്പോഴത്തേക്ക് നല്ല, നമുക്കിപ്പോൾ കിട്ടിയ നല്ല വിശാലമായ ഒരു സ്ഥലമാണ്. ഒന്ന് രണ്ട് അടവുകളോ അതിനെങ്ങനെയല്ലേ പറയുന്നത്, ഒന്ന് രണ്ട് അഭ്യാസമുറകൾ ചേച്ചി കാണിക്കാൻ. എന്നെ കാണിച്ചാൽ മതി. അയ്യോ, ഞാനായിട്ട് ചെയ്യുന്നില്ല, എനിക്ക് അനങ്ങാൻ വയ്യല്ലോ. ഇത് പെടയ്ക്കുന്നാണല്ലേ കാണിച്ചേക്കുന്നത്? അത് ഇപ്പൊ ചെയ്ത ഇരുത്തിക്കാലാണ്. ഇരുത്തിക്കാൽ ചെയ്തിട്ട് ലാസ്റ്റ് മലർന്നിരുത്തി പറഞ്ഞിരുത്തി. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യേണ്ട, പറഞ്ഞു ചെയ്യേണ്ട സാധനമാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊന്ന് കാണിച്ചത്. പിന്നെ ഈ കുട്ടി ആദ്യം പറഞ്ഞത് നമ്മളോട്, ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞിരുന്നു, സൂര്യ നമസ്കാരം നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അന്ന് കൃത്യമായിട്ട് എങ്ങനെയാണ് അഭ്യസിക്കേണ്ടതെന്നൊന്ന് പറഞ്ഞിരുന്നു. അപ്പം എനിക്കും കൂടെ ഒന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം കൈ ചേർത്ത് വയ്ക്കാം. നോർമൽ ബ്രീത്തിങ് മതി. ഓക്കെ, ഇനി ശ്വാസം എടുത്തോണ്ട് കൈ ഉയർത്തുക. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് മതി. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക, തറയിൽ ടച്ച് ചെയ്യാൻ നോക്കുക. ശ്വാസം എടുത്തോണ്ട് കാൽമുട്ട് മടങ്ങരുത് അല്ലേ? ഇല്ല, മടങ്ങരുത്. റൈറ്റിലേക്ക് ബാക്ക് ശ്വാസം എടുക്കണം. യെസ്, ശ്വാസം എടുത്തോണ്ട് റൈറ്റ് ലെഗ് ബാക്കിലേക്ക് എടുക്കുക. ഓക്കെ, രണ്ട് കാലും പുറകോട്ട് എടുക്കുക. പുഷപ്പ് എടുക്കുന്ന ഒരു പോസ്റ്ററിൽ ബാക്ക് ഒത്തിരി പൊങ്ങണ്ട. ദണ്ഡാസനം. ഹോൾഡ് ചെയ്യാണ് ബ്രീത്ത് ഇവിടെ. ശ്വാസം വിട്ടുകൊണ്ട് അഷ്ടാംഗ നമസ്കാരം. ബട്ടക്സ് പൊങ്ങും. നെറ്റിയോ താടിയോ തറയിൽ ടച്ച് ചെയ്യുക. മുട്ട് ടച്ച് ചെയ്യുക. പിന്നെ ഫിംഗേഴ്സും. ഓക്കെ, ശ്വാസം വിടുക ഇവിടെ. ശ്വാസം എടുത്തുകൊണ്ട് ഭുജംഗാസനം. ശ്വാസം വിട്ടുകൊണ്ട് പർവ്വതാസനം. ശ്വാസം എടുത്തുകൊണ്ട് റൈറ്റ് ലെഗ് കയറ്റി വെക്കുക. ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കാലും ചേർക്കുക, പശ്ചിമോത്താനാസനം. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും. ഓക്കെ, റിലാക്സ്. ഇത് ഒരു സൈഡാണ്. ഇപ്പം നമ്മൾ റൈറ്റ് ലെഗിൽ മാത്രമാണ് ചെയ്ത്. ഇനി ഇതുപോലെ ലെഫ്റ്റ് ലെഗ് ബാക്കിലേക്ക് എടുത്ത് ചെയ്യുമ്പോഴത്തേന് ഒരു റൗണ്ട് സൂര്യ നമസ്കാരമാവും. ഒരു റൗണ്ട് അല്ലേ? ഇങ്ങനെ സത്യത്തില് ഞാൻ കഥയ്ക്കുന്നുണ്ട്. ഈ കിതപ്പ് വരുന്നവര്, ഇപ്പൊ ഞാൻ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇത് റിലാക്സ് ചെയ്തിട്ടൊക്കെ തന്നെ ചെയ്താൽ പതുക്കെ ചെയ്താൽ മതി, ധൃതിയൊന്നുമില്ല. ഇപ്പൊ വാമപ്പ് എന്ന നിലയിലാണെങ്കിൽ സ്പീഡിൽ ചെയ്യാം.
പതുക്കെ ചെയ്യാം, അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ചെയ്യാം. പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യുന്നതാണ്. ബ്രീത്തിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോവാ നോക്കാം. അതേ ഉള്ളൂ. ഞങ്ങൾ കുറേ നാളായിട്ട് നമ്മളല്ല നന്നായിട്ട് കളരിയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു പെൺകുട്ടി ഇതിന് ചെയ്തതിന് നാട്ടിലൊക്കെ എങ്ങനെയാണ് മൊത്തത്തിൽ? അത് കുഴപ്പമില്ല, നാട്ടിലൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, സപ്പോർട്ടാണ്. സാറുമാരാളും നല്ല സപ്പോർട്ടായിരുന്നു, കോളേജിൽ നല്ല സപ്പോർട്ടാണ്, പ്രിൻസിപ്പാൾ നല്ല സപ്പോർട്ട്. ഇപ്പൊ പെൺകുട്ടികളോടെ ഇങ്ങനെ പഠിക്കാൻ പറയണം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? കാരണം വെച്ചാൽ ഇന്നത്തെ സിനാരിയോ മാത്രമല്ല, മൊത്തത്തിൽ നമുക്കൊരു അഭ്യാസം അല്ലെങ്കിൽ അതൊരു നമ്മുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും ശരി, നമ്മുടെ ഒരു മാനസിക സന്തോഷമാണെങ്കിലും ശരി, ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഒബ്വിയസ്ലി ഞാനിതൊന്നും ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ മടി, എൻ്റെ ഒരു ഞാനത് പൊങ്ങച്ചവായിട്ടോ അല്ലെങ്കിൽ എൻ്റെ കഴിവില്ലായ്മയാണ് അത് മടി എന്ന് പറയുന്നത്, മനസ്സിലായോ? അങ്ങനെ അല്ലാത്തവരോട് നമുക്കിപ്പോൾ പഠിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. എപ്പോഴെങ്കിലും ഇത് ആരോടെങ്കിലും പെൺകുട്ടികൾ നിങ്ങളിത് പഠിക്കുന്നത് നല്ലതാണെന്ന് പറയാൻ തോന്നിയിട്ടുണ്ടോ? അത് പറയാറുണ്ട്. ഇപ്പം നമുക്ക് ഈ എന്താ പറയുക, ഇപ്പം എനിക്കായിരുന്നേലും കളരിയിൽ ഇപ്പം പറഞ്ഞ ഈ സ്പ്ലിറ്റ് ഒക്കെ ചെയ്തപ്പോഴാണേലും ആദ്യം ഒന്നും വരത്തില്ലായിരുന്നു. ഇത് മാത്രമല്ല, ഇപ്പം ചെയ്യുന്ന പലതും എല്ലാം തന്നെ എനിക്ക് ആദ്യം നമ്മൾ ട്രൈ ചെയ്യുമ്പോഴത്തേനൊന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പം അപ്പം എൻ്റെ സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് മാത്രം കിട്ടും, പക്ഷേ എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് കിട്ടുന്നില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, എനിക്ക് മാത്രം കിട്ടുന്നില്ല ആ ചെറുപ്പത്തിൽ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാനത് വിടാതെ പിന്നെ ട്രൈ ചെയ്ത് പിന്നെ എനിക്ക് സെറ്റായി. അപ്പോൾ ആദ്യം നമുക്ക് പെയിൻ ഉണ്ട്, പിന്നെ നമുക്ക് ചെയ്ത് ഡെയിലി ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ പെയിൻ മാറും. നമുക്ക് ചെയ്ത് നമുക്ക് പിന്നെ വാം പോലില്ലാണ്ട് നമുക്ക് ഈ സ്പ്ലിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ പെയിൻ ഒന്നും ഇല്ലാണ്ട് എല്ലാം തന്നെ അങ്ങനെ ആയിക്കോളും. ആരും ഡീമോട്ടിവേറ്റഡ് ആവണ്ട, ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചൊന്നും ചെയ്യണ്ട. പിന്നെ ഈ കളരി ആണെങ്കിലും കരാട്ടെ ആണെങ്കിലും ഏത് മാർഷൽ ആർട്സ് ആണെങ്കിലും സെൽഫ് ഡിഫെൻസ് ഒക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, പിന്നെ ആരോഗ്യത്തിനും നല്ലതാണ്. അതെ, ആരോഗ്യത്തിന് നല്ലതാണ്. അത് ഭാഗ്യലക്ഷ്മിയെ കണ്ടറിയാം. നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ, ഭാഗ്യലക്ഷ്മിയുടെ ആരോഗ്യം വെച്ചിട്ട് അളക്കണ്ട. ഞാൻ കളിയാക്കി ചിരിച്ചതും അല്ല. ഭാഗ്യലക്ഷ്മി ഒരു ഇടി തന്നാൽ ഞാൻ ഫീഡിയും മേടിച്ച് ഇവിടെ ഇരിക്കാന്നല്ലാണ്ട് മറ്റൊന്നും എന്നെ കൊണ്ട് വരില്ല. കാരണം ഇരിക്കാൻ മാത്രമുള്ളതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികൾ ഭയങ്കരമായിട്ടും ഇങ്ങനെ നിൽക്കണതും എടുക്കണതൊക്കെ ഓരോ മേഖലയിൽ. എനിവേ, കണ്ടതിലും പരിചയപ്പെട്ടതിലും ഭയങ്കര സന്തോഷം. ഇനിയും മത്സരങ്ങളിലേക്കൊക്കെ ഇറങ്ങ്, ഇനിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങും. ഒരു സെന്റർ ഉണ്ട് മറ്റക്കരയിലുണ്ട്. അപ്പൊ ഇനിയും അതിനോട് മുന്നോട്ട് പോകാൻ നിൽക്കും. ഓക്കെ, എനിവേ കൺഗ്രാജുലേഷൻ. അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഭയങ്കര രസമായിട്ടുണ്ട്. ഓക്കെ.